ഇതാണ് ഉഹുദിലെ ശുഹദാക്കളുടെ ഖബർ. നമുക്കിവിടെ ചെയ്യാനുള്ള ഏക ജോലി എന്തേ ഉള്ളൂ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും ലനാ സലഫ് വനഹ്നു ലക്കും ഖലഫ്. ഖലാസ്. ദുആ ചെയ്യാനില്ല, ദുആ അല്ലാഹുവോട് മാത്രം. ഇവിടെ വന്നിട്ട് സലാം പറയാ. കാരണം എന്താ അറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് പഠിപ്പിച്ചത് ഇത് പറയാനാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇതാ സലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖലാസ്. ഇത് പറയാ. ഇവിടെ 3 ആൾക്കാരുണ്ടെന്ന് പറയട്ടെ. ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അതായത് സയ്യിദ് ശുഹദാ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബി. അദ്ദേഹത്തിന്റെ സംഭവം എന്താ അറിയോ? കൊന്നതാര ഹംസയെ? ബസ് എന്ന് പറയാം, വഹ്ഷി. രണ്ടാമത് കിടക്കുന്ന ആളാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷി. 3 പ്രഗത്ഭരായ സഹാബാക്കള് ഇവിടെ കിടപ്പുണ്ട്. എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയേ. ജ്ഞാനത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടാ? ആരെയും കാണുന്നില്ലല്ലോ. ജാറവും അക്ബറയും ദർഗയും പൂജയിലും കണ്ട ആരെങ്കിലും ഉണ്ടോ? ഈ കിടക്കുന്ന ആരാന്നറിയോ? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് സയ്യിദു ശുഹദാ. സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ള ആള് കിടപ്പുണ്ട് ഇവിടെ. മുസ്അബ് ബിൻ ഉമൈർ ഉണ്ട്, 22ാമത്തെ വയസ്സിൽ ഷഹീദായ മനുഷ്യരുണ്ട് ഇവിടെ. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ഉണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ടിതാ ഇങ്ങനെ നിന്നു. മുമ്പും നമ്പ്, ബാക്കും നമ്പ്, പിറകും നമ്പ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ ഇങ്ങനെ? നബിയെ, ആരെങ്കിലും അമ്പ് ചെയ്താൽ എന്റെ മേട്ട് കൊണ്ടോട്ടെ. എന്റെ കണ്ണങ്ങക്ക് കണ്ണിന് പകരം, എന്റെ നെറ്റി അങ്ങയുടെ നെറ്റിന് പകരം, എന്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് പകരം, എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന് പകരം എന്ന് പറഞ്ഞ് ഷഹീദായ സഹാബാക്കൾ ഇതിനുള്ളിലുണ്ട്. ഖബർ എവിടെ? ജാറ എവിടെ? പട്ട എവിടെ? നൂല് എവിടെ? തകിട് എവിടെ? പരിപാടി എവിടെ? ഉറൂസ് എവിടെ? ശുദ്ധ മണ്ടത്തരം, അനിസ്ലാമികം. ഇസ്ലാമിനോട് ശത്രുതയുള്ള ജൂതന്മാരുണ്ടാക്കിയ തോന്നിയവാസം അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് ഇസ്ലാമികമാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഈ കാണുന്ന മൈതാനമാണ്.